നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ശ്രീനിവാസന്റെ അടുത്ത് വിക്രം വരുവാണ്. അപ്പോഴേക്ക് ശ്രീനിവാസന് മനസ്സിലായി ഒരു കാര്യമില്ലാതെ വിക്രം തന്നെ കാണാൻ വരില്ല. പിന്നീട് വിക്രം പറയുകയും ചെയ്തു, തനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന്. ശ്രീനിവാസൻ ചോദിച്ചു, എന്താടാ വിക്രം, നിനക്ക് എന്നോട് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു. അത് പിന്നെ ശ്രീനി സാറേ, എനിക്ക് പറയാനുള്ളത് പിള്ള സാറിന്റെ പെങ്ങടെ മോളെ കുറിച്ചാന്ന് പറഞ്ഞു. പിള്ളയുടെ പെങ്ങടെ മോളെ കുറിച്ചോ? എന്താ കാര്യം എന്ന് ചോദിച്ചു. അത് പിന്നെ സാറേ, മുമ്പൊരിക്കൽ സന്തോഷും ശ്രീലക്ഷ്മിയും തമ്മിലുള്ള വിവാഹം ഞാൻ മുടക്കിയിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ പറയണം. അന്ന് ശ്രീനി സാറ് പറഞ്ഞത് പ്രകാരം ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷേങ്കിൽ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇന്ന് ചെയ്ത എത്ര വലിയ തെറ്റാന്നുള്ള കാര്യം. ഇത്രയും നാളായിട്ടും ശ്രീലക്ഷ്മി വേറെ വിവാഹം കഴിക്കാൻ തയ്യാറായിട്ടില്ല. 2 തവണയാണ് സന്തോഷ് മണ്ഡത്തിന്റെ മുഖത്ത് നിന്ന് രക്ഷപ്പെട്ടു വന്നിരിക്കുന്നത്. ഇനി അവരെ എനിക്ക് ഒന്നിപ്പിച്ചാൽ മതിയാവുള്ളൂ. ഞാനായിട്ട് ചെയ്ത തെറ്റാണ്. ഞാനാണെന്ന് അവരുടെ താലി വലിച്ചു പൊട്ടിക്കാൻ കാരണക്കാരനായത്. അപ്പോൾ അവരെ തമ്മിൽ ഒന്നിപ്പിക്കണം. അതിന്റെ സഹായം തേടാനായിട്ടാണ് ഞാൻ ശ്രീനിസാറിന്റെ അടുത്തേക്ക് വന്നേന്ന് പറഞ്ഞു. ശ്രീനിവാസൻ പറഞ്ഞു, നീ എന്തൊക്കെയാണ് വിക്രയെ പറയണേ? പിള്ള ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്ന അറിയാലോ. എനിക്കറിയാം ശ്രീനി സാറേ, പക്ഷെ ഒരു കാരണവശാലും പിള്ള സാർ അത് അറിയാൻ പാടില്ല. ശ്രീലക്ഷ്മിയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ടാണ് ഞാൻ വന്നേ. എനിക്ക് കൊണ്ടുപോയേ മതിയാവുള്ളൂ. ശ്രീലക്ഷ്മിയെ സന്തോഷിനെ ഒന്നിപ്പിക്കണം. ആ ദൗത്യം ഞാൻ ഏറ്റെടുത്തിരിക്കുക. എൻ്റെ ജീവിതത്തിൽ എൻ്റെ മനസ്സിന് ഒരു ശാന്തി കിട്ടണമെങ്കിൽ ഇനി അവർ രണ്ടുപേരും ഒന്നായി മാത്രമേ എനിക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാനായിട്ട് ചെയ്ത തെറ്റാണ്. അത് കേട്ടപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു, നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിത് അംഗീകരിക്കാൻ പറ്റില്ല. ഇത് നിന്റെ ജീവന് എന്നെ ആപത്ത് വരുത്തി വെക്കുന്ന കാര്യമെന്ന് പറഞ്ഞു. അതൊന്നും സാരമില്ല ശ്രീനി സാറേ, സാർ ഒന്നോർത്ത് പേടിക്കണ്ട. പക്ഷെ എനിക്ക് സാറിനോടത്തൊന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ സാറിൻ്റെ അടുത്തേക്ക് വന്നേ. സാറിനോട് പറയാതെ ഞാൻ ഇന്നുവരെ ഒരു കാര്യം ചെയ്തിട്ടില്ലോ എന്ന് പറഞ്ഞു. ശ്രീനിവാസൻ പറഞ്ഞു, എടാ ഇത് പറയുമ്പോൾ ഈസിയാണ്, പക്ഷെ അറിയാലോ അയാൾ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുവോ? നിന്നെ വെറുതെ വിടുവോ? നീയാണ് ആ പെണ്ണിനെ സന്തോഷിനെ കൂടെ ഒന്നിപ്പിച്ചതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് ആ സന്തോഷിനെ പിടിച്ച് കൊല്ലാൻ ഒരുങ്ങിയതാണ്. ഭാഗ്യം കൊണ്ട് എങ്ങാണ്ടാണ് അവൻ രക്ഷപ്പെട്ടു പോയത്. അതൊക്കെ എനിക്കറിയാം ശ്രീനി സാറേ. പക്ഷേങ്കിൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ നിർവഹിക്കാതിരിക്കാൻ പറ്റില്ല. എന്തിനാ ഭാഷ്യം വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്രയും കാലം ഒരു ജീവിതം പോലും വേണ്ടെന്ന് കരുതിയിട്ടിരുന്നവളാണ് ശ്രീലക്ഷ്മി. അതുപോലെ തന്നെ സന്തോഷം. ഇനിയിപ്പോൾ അവർക്ക് വേറൊരു ജീവിതമില്ല. ഉള്ള ജീവിതം അവർ സന്തോഷമായിട്ട് ജീവിക്കേണ്ടതിന് പകരം അവരെ തമ്മിൽ അകറ്റി നിർത്തിയിട്ട് ആരെന്ത് നേടാനായിട്ടാ? ഒന്നും നേടാൻ പോകുന്നില്ല. എൻ്റെ അറിവില്ലാത്ത സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു. എനിക്ക് ആ തെറ്റ് തിരുത്തിയേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. ശ്രീനിവാസൻ പറഞ്ഞു, അത് റിസ്ക്കുള്ള കാര്യമെന്ന് പറഞ്ഞു. ഒടുവിൽ വിക്രം പറഞ്ഞു, ആരൊക്കെ എതിർത്തെന്ന് പറഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും എനിക്ക് എൻ്റെതായ കാര്യം ചെയ്യാതിരിക്കാൻ പറ്റില്ല. വിക്രം പറഞ്ഞു കേട്ടപ്പോൾ ശ്രീനിവാസന് മനസ്സിലായി ഇനി ഇവനെ പിന്തിരിപ്പിച്ചിട്ട് കാര്യമില്ല. ഇവൻ രണ്ടും കൽപ്പിച്ചാണ്. ശ്രീനിവാസൻ പിന്നെ കൂടുതലൊന്നും പറയാനായിട്ട് പോയില്ല. വിക്രം പറഞ്ഞു, സാറ് ധൈര്യമായിട്ടിരിക്കുക. ഞാൻ എന്തായാലും ഇങ്ങോട്ടേക്ക് തന്നെ തിരികെ വരും. സാറ് പറഞ്ഞോടെ തന്നെ അനിയൻകുട്ടന് സ്വഭാവത്തിലേക്ക് വരണം. അവൻ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയണം. വരുണിൻ്റെ പുളിക്കൻ്റെ മരണത്തിന് പിന്നിലുള്ള സത്യാവസ്ഥകളൊക്കെ പുറത്തു കൊണ്ടിടണം. അതിനുശേഷം ഞാൻ ഇങ്ങോട്ടേക്ക് വരും. അപ്പം ശ്രീനി സാറിൻ്റെ മേലുള്ള കളങ്കമൊക്കെ മാറുമെന്ന് പറഞ്ഞു. അല്ല സാറ് വിഷമിക്കൊന്നും വേണ്ട, ഇനി ഇലക്ഷനൊക്കെ വരുമല്ലോ. അത് കേട്ടപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു, എനിക്കറിയാം നീ നിരപരാധിയാന്നുള്ള കാര്യം. വാസുവിനും മനസ്സിലാക്കിയിട്ടുണ്ട് നിന്റെ നിരപരാധിത്വം. അതുകൊണ്ടാണ് നിന്നെക്കുറിച്ചുള്ള പരാതിയൊക്കെ അയാൾ പിൻവലിച്ചിരിക്കുന്നത്. വിക്രം പറഞ്ഞു, അതെനിക്കറിയാം. അല്ലെങ്കിലും ഞാൻ ഒരിക്കലും വരുണിനെ കൊല്ലില്ല ശ്രീനി സാറേ. ശ്രീനി സാറിന് അറിയാലോ അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇന്ന് വരെ ഞാൻ ആരെ കൊന്നിട്ടില്ല. കാര്യം സാറിൻ്റെ വലം കൈയായിട്ട് നിന്നിട്ടുണ്ടെങ്കിലും അടിച്ചിട്ടുണ്ട്, പലരോടും പല രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ആരെയും കൊന്നിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ വിക്രം അവിടുന്ന് കുറച്ച് സമയം കൂടെ സംസാരിച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഈ സമയത്ത് പ്ലാന്റേഷൻ മാനേജർ ജോബി ശ്രീകാന്തിനെ കാണാൻ തീരുമാനിച്ചു. അയാളെ കണ്ടിട്ടേ കാര്യമുള്ളൂ. SI പറയുന്ന അനുസരിച്ച് അയാളെ പോയി കണ്ട് വിക്രത്തെ വേദയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യണം. അങ്ങനെ കൊടുക്കുവാണെങ്കിൽ തനിക്കിത് ഉപകാരമായിരിക്കും. ഒളിവിൽ വന്ന് താമസിക്കുകയാണ് രണ്ടുപേരും. തനിക്കിട്ട് പണി തന്നാണ്. അപ്പം തിരിച്ചൊരു പണി കൊടുക്കണ്ടേ? പണി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അയാൾക്ക് വായിച്ചാൻ വൈരാഗ്യമായിരുന്നു, പണത്തിന് വേണ്ടിയിട്ടല്ല. പക്ഷേ താൻ ഒറ്റ കൊടുക്കുകയാണെങ്കിൽ അവർക്കിട്ട് പണി കിട്ടും. അതിന് വേണ്ടിയിട്ട് ശ്രീകാന്തിനെ കാണാനായിട്ട് ജോബി പോവാണ്. അയാളുടെ മനസ്സിൽ പക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊന്നും പക്ഷേ വേദയും വിക്രോട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ശ്രീനിവാസനെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ വേദയെ വിളിക്കുന്നുണ്ട് വിക്രം. വിളിച്ചിട്ട് ഇന്ന് രാത്രി തന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരും, ശ്രീലക്ഷ്മിയും കൂട്ടിക്കൊണ്ട് വരുമെന്നൊക്കെ പറഞ്ഞു. വേദ പറഞ്ഞു, സൂക്ഷിച്ച് വേണം വിക്രം. അറിയാലോ ശത്രുക്കൾ എവിടെയാ പതുങ്ങിയിരിക്കുന്നതെന്ന് അറിയത്തില്ല. പിന്നെ എൻ്റെ ചേട്ടൻ അയാളും ദുഷ്ടനാണ്, അയാളും വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞു. അതൊക്കെ എനിക്കറിയാം വേദേ, അതൊന്നോർത്ത് നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു.
പിന്നീട് വിക്രം രാജേട്ടനെയും ജോസഫിനെയും കൂട്ടാനായിട്ട് ചെല്ലുവാണ്. അവരെ പോയി കണ്ട് പ്ലാനുകളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയാണ്. എന്ത് ചെയ്യണം, ശ്രീലക്ഷ്മിയെ കൂട്ടിക്കൊണ്ട് പോകുന്നതിനെ കുറിച്ചുള്ള. അപ്പോൾ ഗീവർഗീസിൻ്റെ ജീപ്പുമായിട്ടാണ് വിക്രം പോയിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമാണ് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട്. പക്ഷേ ഇനിയിപ്പോൾ അതിൻ്റെ ഇടയ്ക്കിലെങ്ങാനും പിള്ളേരുടെ ഗുണ്ടകൾ വന്ന് വീണിട്ടുണ്ടെങ്കിൽ അത് ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തൽക്കാലത്തേക്ക് അയാൾക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലോ. പക്ഷെ ശ്രീലക്ഷ്മി പുറത്തെ ആടിയെന്ന് അറിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവുകയും ചെയ്യും. അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീലക്ഷ്മിയെ വിളിക്കുന്നുണ്ട് വിക്രം വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാണ്. അപ്പോൾ രാത്രി 3 മണി കഴിയുമ്പോഴത്തേനും ഞങ്ങൾ ഗേറ്റിൻ്റെ വെളിയിൽ കാണും, ശ്രീലക്ഷ്മി ഇറങ്ങി വരണമെന്ന് പറഞ്ഞു. ശ്രീലക്ഷ്മി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഇന്നൊരു രാത്രിയോടെ കഴിഞ്ഞാൽ താൻ സന്തോഷിൻ്റെതാൻ പോന്നു. എത്രയോ കാലത്തെ കാത്തിരിപ്പാണ്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി, ഒടുവിൽ ദയവായിട്ട് തനിക്കൊരു വഴിയൊരുക്കി തന്നിരിക്കുന്ന, അതും വിക്രത്തിൻ്റെ രൂപത്തിൽ. ശ്രീലക്ഷ്മി തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെക്കുവാണ്. ഒരു കാരണവശാലും ആർക്കും ഒരു സംശയവും തോന്നിക്കൂടാ. എല്ലാവരും ഉറങ്ങിയിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട്. അങ്ങനെ ഓരോ നിമിഷവും കഴിയുന്തോറും ശ്രീലക്ഷ്മിക്ക് ടെൻഷൻ കൂടി വന്നു. രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ആഹാരം കഴിക്കാതിരിക്കുന്ന സമയത്ത് ശ്രീലക്ഷ്മിക്ക് ആഹാരം പോലും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ശ്രീലക്ഷ്മിയുടെ അമ്മ ചോദിച്ചു, നീ എന്താ കഴിക്കാത്തതെന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. എല്ലാവരും രാത്രിയിൽ ഉറങ്ങിയോന്നറിയാൻ വേണ്ടി ശ്രീലക്ഷ്മി കഥ തുറന്ന് പുറത്തേക്ക് ഇറങ്ങണം. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീലക്ഷ്മിയുടെ അമ്മ അങ്ങോട്ട് വന്നിട്ട് നീ എന്താ കിടന്ന് ഉറങ്ങിയില്ലേന്ന് ചോദിച്ചു. ഇല്ല, എനിക്ക് ഉറക്കം വന്നില്ല, അതുകൊണ്ട് എന്താ നിനക്ക് ഉറക്കം വരാത്തതെന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഒന്നും മിണ്ടാതെ അങ്ങോട്ട് മുറിയിലേക്ക് പോയി. അപ്പോഴേക്ക് ശ്രീലക്ഷ്മി ഓർത്തു, പണി പാടുവോ എങ്ങാനും ഇനിയിപ്പം താൻ ഇറങ്ങിപ്പോകുന്ന എങ്ങാനും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു, താൻ പിടിക്കപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പായി. പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് ശ്രീലക്ഷ്മി ഒരുക്കമായിരുന്നില്ല. ഒടുവിൽ 3 മണിയൊക്കെ ആയ സമയത്ത് വിക്രവും രാജേട്ടനും ജോസഫും ഒക്കെ ഗേറ്റിന് വെളിയിലേക്ക് വന്നു. പിന്നീട് ശ്രീലക്ഷ്മിക്ക് മിസ് കോൾ കൊടുക്കുകയാണ് പുറത്തേക്ക് ഇറങ്ങി വരാനുള്ള. ശ്രീലക്ഷ്മി ബാഗൊക്കെ എടുത്തു. ബാഗൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുമായിരുന്നല്ലോ. അതൊക്കെ എടുത്തോണ്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ഇത് വീട്ടിൽ പക്ഷെ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീലക്ഷ്മിയുടെ അമ്മ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ശ്രീലക്ഷ്മി മുറിയില്ല. അപ്പോഴാണ് ശ്രീലക്ഷ്മി വീട് വിട്ട് പോയെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. പെട്ടെന്ന് തന്നെ വീട്ടിലുള്ള എല്ലാവരും വിളിച്ചു പറയണം, മോളെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ഒച്ചപ്പാടും ബേളുമൊക്കെ. പിള്ള അപ്പം തന്നെ പിള്ളേരുടെ ഗുണ്ടകളെ വിളിച്ചു പറഞ്ഞു, അവളിവിടുന്ന് പോയിട്ടുണ്ട്, എങ്ങോട്ടാ എന്താണെന്നും അറിയത്തില്ല, എവിടെ ഉണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ അവളെ കണ്ടെത്തണമെന്ന് പറഞ്ഞു. വിക്രവും രാജേട്ടനും ശ്രീലക്ഷ്മിയും കൊണ്ട് പോകണം. അപ്പോൾ പോകുന്ന വഴിക്കാണ് പിള്ളേരുടെ ഗുണ്ടകൾ വരുന്നത്. അവർ വണ്ടിക്ക് കുറേ വന്ന് വേറെ കാറിട്ടു. അപ്പോഴേക്കും വിക്രത്തിന് കാര്യം മനസ്സിലായി. വിക്രം പെട്ടെന്ന് തന്നെ ജോസഫിനോടൊക്കെ പറഞ്ഞു, നമുക്കിട്ടുള്ള പണിയാന്ന് തോന്നുന്നത്, ജോസഫെ കരുതിയിരിക്കണം. രാജേട്ടനോട് പറഞ്ഞു, ഒരു കാരണവശാലും ശ്രീലക്ഷ്മിയുടെ അടുത്തേക്ക് ഗുണ്ടകൾ വരാൻ പാടില്ല, എത്തിപ്പെടാൻ പാടില്ല. ഇനി ശ്രീലക്ഷ്മിനെ അവർ പിടിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ശ്രീലക്ഷ്മിയെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ശ്രീലക്ഷ്മിയെ സന്തോഷത്തിന് ഒന്നിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ ഏറ്റെന്ന് പറഞ്ഞു. പിന്നെ വിക്രം ചാടി എഴുന്നേറ്റു. വിക്രത്തിൻ്റെ ഒരു താണ്ഡവമായിരുന്നു. വിക്രത്തിനൊന്നും നോക്കാനുണ്ടായിരുന്നില്ല. കട്ടക്കളിപ്പിലായിരുന്നു വിക്രം. അതുപോലെ തന്നെ ജോസഫും രാജേട്ടനും ഗുണ്ടകളെയൊക്കെ കുറച്ച് സമയം കൊണ്ട് നിഷ്പ്രഭമാക്കുകയാണ് വിക്രം. ശ്രീലക്ഷ്മിയെ കൊണ്ട് വിക്രം രാജേട്ടനും ജോസഫും ഒക്കെ അവിടുന്ന് പോവാണ്. അപ്പോൾ കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, ഇനിയിപ്പം ഞാൻ പോയിക്കോളാം, നിങ്ങൾ വരണമെന്നില്ല എന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങൾക്കൊരു ഭയമുണ്ട്, നിന്നെ ഞങ്ങൾ എത്തിക്കേണ്ടത് എത്തിക്കാതെ ഞങ്ങൾക്കൊരു സമാധാനം ആകത്തില്ല. വഴിയിലെങ്ങാനും ഇനിയിപ്പം അവന്മാർ വണ്ടി തടഞ്ഞാലോ വല്ല പ്രശ്നം ഉണ്ടായാലോ അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ രാജേട്ടനും ജോസഫിനും ഒരു പേടിയായിരുന്നു. അവരൊന്ന് നിന്നെ ഞങ്ങൾ കൊണ്ടാക്കിക്കോളാം, അല്ലാതെ ഞങ്ങൾക്കൊരു സമാധാനം വരത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീലക്ഷ്മിയെ കൊണ്ട് അവർ രാജാക്കണ്ണ് പോരുവാണ്. സന്തോഷിനെ ശ്രീലക്ഷ്മിയെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വിക്രമോടെയുള്ള വിക്രത്തിൻ്റെ ദൗത്യം വിജയിക്കുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.